മറ്റൊരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് തീരും. 35 തൊട്ടുള്ള വാക്യങ്ങളാണിന്ന് വായിക്കുന്നത്. 35, 36, 39 വരെ. 39 കൂടി തീരുമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ചിന്തിച്ചത് നമ്മെ ആർക്കും കുറ്റം ചുമത്താനായിട്ട് പറ്റുകയില്ല, ആർക്കും ആരെയും നമ്മളെ വിധിക്കാനായിട്ട് പറ്റുകയില്ല, ആർക്കും നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കാനായിട്ട് പറ്റുകയില്ല എന്നുള്ള ചിന്തയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് വീണ്ടും സെപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ്. 35-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? എൻ്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ ജയം പ്രാപിക്കുന്ന കാര്യം ആണ് ഇതിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനായിട്ട് പറ്റാത്ത 7 കാര്യങ്ങളെക്കുറിച്ചിവിടെ പറയുന്നു. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്തോ വാളോ. ട്രിബുലേഷൻ, ഡിസ്ട്രസ്, പെർസിക്യൂഷൻ, ഫെമൈൻ, നേക്കഡ്നെസ്, പെരിൽ, സോഡ്. അപ്പോൾ ഈ സാധനങ്ങൾ ഇതെല്ലാം ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അത് പ്രത്യേകിച്ച് അത് ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. വാളെന്ന് പറയുന്ന മരണത്തെ കാണിക്കുന്നു. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്. ഈ വാള് എന്ന് പറയുന്നത് മരണത്തെ കാണിക്കുന്നു. 1 കൊരിന്ത്യർ 4:11 മുതൽ 13 വരെ ഉള്ള ഭാഗങ്ങൾ പൗലോസ് ഇതിൽ കൂടി കടന്നുപോയ കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നു. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 10-ാം വാക്യം തൊട്ട് വായിക്കാം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ടും ആശീർവദിക്കുന്നു. ഉപദ്രവേറ്റിട്ടും സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ടും നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൽ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിലും അഴുക്കായും ഇരിക്കുന്നു. പൗലോസിൻ്റെ തന്നെ എക്സാമ്പിളാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് അവൻ്റെ നിത്യസ്നേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ഒരു പ്രദർശനശാല പോലെ അവൻ്റെ ജീവിതത്തിൽ വന്നതിനാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പൗലോസിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്തില്ല എന്ന് കാണുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം, കഷ്ടതയും സങ്കടവും ഉപദ്രവവും പട്ടിണിയും നഗ്നതയും ആപത്തും, ഈവൻ മരണം പോലും ദൈവത്തിൽ നിന്ന് വേർപിരിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം യേശുക്രിസ്തു സ്നേഹം തൻ്റെ ജീവൻ കൊടുത്തിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാനായിട്ട് പറ്റുകയില്ല. 36-ാം വാക്യത്തിലെ സങ്കീർത്തനം 44:22 കോട്ട് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. പീഡനകാലത്ത് യഹൂദന്മാരെ കൊല്ലുന്ന ഒരു ചിത്രമാണ് ഇത് പറയുന്നത്, ഇവിടെ കോട്ട് ചെയ്യുന്നത്. ശരിക്കും പീഡനകാലത്ത് യഹൂദന്മാരെ എല്ലാം കൊന്നുകളയും, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ കൊന്നുകളയും. അതിൻ്റെ ഒരു പ്രവചനമാണ് ഇവിടെ കാണുന്നത്. പോളിവിടെ കോട്ട് ചെയ്യാണ്. അറുപ്പാനുള്ള ആടുകളെ പോലെ കൊല്ലുന്നു. ആ സമയത്തും നമുക്കറിയാം ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പീഡനം ഉണ്ടായിരുന്നു. അവരെ കത്തിച്ച് കളയുമായിരുന്നു. നീറോയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ അവരെ കത്തിച്ച് കളയും. അങ്ങനൊരു സാഹചര്യമാണ്. എന്നാൽ അവിടെ പറയുന്ന 37-ാം വാക്യത്തിലെ വി ആർ മോർ ദാൻ കോൺകറേഴ്സ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? നേരത്തെ പറഞ്ഞ കാര്യം, ഈ അറുക്കാനുള്ള ആടിനെ പോലെ ഇടപെടാതെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന ആ വാളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നേരത്തെ ഒരു വാള് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്.
കഷ്ടതയും സങ്കടവും ഉപദ്രവവും പട്ടിണിയും നഗ്നതയും ആപത്തും ഈവൻ മരണം പോലും, അതിൽ നിന്ന് പോലും ഞങ്ങൾ പൂർണ്ണജയം പ്രാപിക്കുന്നു എന്നേ പറയും. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ്? ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രയാസം വന്നു ചേരുമ്പോഴേ താടിക്ക് കൈയും കൊടുത്ത് അയ്യോ എൻ്റെ ദൈവം എനിക്കിതെല്ലാം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ, അതോ നമ്മുടെ ജീവിതം അയ്യോ ഇനി എനിക്ക് എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ എപ്പോഴും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അനുഭവം. അങ്ങനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു കൂടി സകലം തന്നിരിക്കുന്നു. അതൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിശാച് എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ കുരുടാക്കാനായിട്ട്, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പിശാച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. സഹിക്കാൻ വയ്യാത്തതിൽ കൂടുതൽ പരീക്ഷകൾ നമുക്ക് വരികയില്ല എന്ന് 1 കൊരിന്ത്യർ 10:13 പറയുന്നു. അതിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ് അത് പരീക്ഷയോടുകൂടെ അത് മാറ്റിക്കളയാൻ അതിൻ്റെ ഉള്ള പോംവഴിയും ദൈവം തരുമെന്ന് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കണം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. 1 പത്രോസ് 1:7. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഈ കഷ്ടതകൾ, അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള ഈ പ്രയാസങ്ങൾ, ഇതൊക്കെ എന്തിനാണ്? നിത്യ തേജസ്സിൻ്റെ ഘനത്തിനായിട്ട് ദൈവം മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മളൊക്കെയും പൂർണ്ണ ജയം നമ്മളെ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് നമുക്കിതിന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും നമ്മളെ വേർപിരിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുകയാണ്. നാം ജയാളികളാണ്. ജയാളി എന്നിവിടെ ഉപയോഗിക്കുന്ന വേർഡ് തന്നെ ഹപ്പർ നിക്കോമൻ എന്നാണ് ഗ്രീക്കിൽ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹപ്പർ നിക്കോമൻ. നിക്കോമൻ ആണ് ജയാളി. ഹപ്പർ നിക്കോമൻ മീൻസ് സൂപ്പർ. നമ്മൾ ജയാളിയെ ജയിക്കുന്ന ജയാളി എന്ന് പറഞ്ഞാൽ അതിന് ഇക്വലൻ്റായിട്ട് വേറെ ഒന്നുമില്ല. ഏത് സിറ്റുവേഷനിലും നമ്മൾ ജയിക്കും. കാരണം അത്രയ്ക്കുള്ളൊരു ജയമാണ്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ കണ്ടിട്ട് പത്രോസ് പെട്ടെന്ന് ഇമോഷണൽ ആയതുപോലെ നമ്മൾ ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. സാഹചര്യങ്ങളെ കണ്ടിട്ട് അത് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച്, കർത്താവേ ഈ സാഹചര്യങ്ങൾ കൂടി ഞാൻ കടന്നു പോകുന്നു, അതിൽ നീ ജയം തന്ന ദൈവമാണ്, നീ മരണത്തെ ജയിച്ച ദൈവമാണെങ്കിൽ അതിൽ കൂടി കടന്നു പോകുമ്പോഴേ അത് സഹിക്കാനുള്ള കഴിവും അതിനെ സക്സസ്ഫുള്ളായിട്ട് അതിനെ ജയിക്കാനുള്ള കഴിവും കർത്താവേ നീ തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിക്കുന്നതായിട്ട് കാണാം. അതിനുള്ള ആത്മധൈര്യമാണ് ദൈവം നമുക്കുണ്ടാവേണ്ടത്. പരിശുദ്ധാത്മാവ് ശക്തി നമുക്ക് തരും. അതുകൊണ്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ 10 ഐറ്റംസ് അവിടെയും പറയുന്നുണ്ട്. ഇതിനൊന്നും തന്നെ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാനായിട്ട് കഴിയില്ല. മരണമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അതിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. കാരണം അത് നിത്യതയിലേക്കുള്ളൊരു കവാടമാണ്, പ്രവേശനമാണ്, ജീവൻ്റെ കവാടമാണ്. നമ്മുടെ ജീവനിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. അത് മരണമായാലും ജീവനായാലും നാം അവൻ്റെ വകയാണ്. ഓക്കെ. ദൂതന്മാർ എന്ന് പറഞ്ഞൊരു വാക്കൂടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന ദൂതന്മാരെന്ന് പറയുന്നത് സാത്താന്യ ദൂതന്മാരെ കുറിച്ചാണ്. എഫേസ്യർ 6:12 പറയുന്നത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന വാഴ്ചകളോടും അധികാരങ്ങളോടും, ഇതും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വാഴ്ചകളും അധികാരങ്ങളും അതെല്ലാം കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഈ വാഴ്ചകളും അധികാരങ്ങളും 1 പത്രോസ് 3:22 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഇപ്പോൾ നിലവിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വരാനുള്ള കാര്യങ്ങൾ, ഇതൊന്നും തന്നെ, അതുപോലെ ഉയരത്തിനോ ആഴത്തിനോ. ഈ ഉയരം ആഴം എന്നൊക്കെ പറയുന്നത് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥിതിയാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ ഉദയവും അസ്തമയവും തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാനും
അതിനെ നമ്മളെ അശക്തരാക്കി കളയാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ മുകളിൽ പറയാത്ത ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം, അത് നേരത്തെ പറഞ്ഞ 7 കൂട്ടം കാര്യം, ഇപ്പം പറഞ്ഞ 10 കൂട്ടം കാര്യം, ഈ 17 കൂട്ടം കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മൾ സൂപ്പർ ജയാളിയാണ്. നോട്ട് ഓൺലി ജയാളി, നമ്മൾ ജയാളിയല്ല, സൂപ്പർ ജയാളിയാണ്. എന്നിട്ടും ഇത്രയും പ്രോമിസുകൾ, ഇത്രയും ഉറപ്പ് നിർണയവും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്ത് നീതീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മളെ മഹത്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഭവം ഈ ജീവിതത്തിൽ നമുക്ക് തന്നപ്പോൾ നമ്മൾ വീണ്ടും നിരാശയിലെ ഭയത്തിലെ ഒക്കെ അടിമപ്പെട്ട് പോകുന്നത് എന്താണ്? റോമാലേഖനം 8-ാം അധ്യായം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇതിനകത്ത് വലിയൊരു വെളിപ്പാട് തന്നിട്ടുണ്ട്. ഭൂത വർത്തമാന ഭാവി കാല നിത്യത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വെളിപ്പാട്. ദൈവം ആ വെളിപ്പാടിൻ്റെ ഒരു വലിയ കാര്യം മനുഷ്യന് ഇവിടെ തരികയാണ്. പിതാവിനെക്കുറിച്ചുള്ള വലിയ വെളിപ്പാട്, പുത്രനെക്കുറിച്ചുള്ള വലിയ വെളിപ്പാട്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളത്, മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിലെ പല ആയിട്ടുള്ള റെവലേഷൻസ് ദൈവം ഇതിൽ തരികയാണ്. വിശ്വാസിയുടെ ഭദ്രതയെക്കുറിച്ച് ഒരു സമാപന വിജയഗീതം അതിൽ ദർശിക്കാനായിട്ട് കഴിയും. പിതാവായ ദൈവം ന്യായാധിപനാണ്, ഗുണകാംക്ഷിയാണ്, ചരിത്രത്തിൻ്റെ ഭരണകർത്താവാണ്, ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്, ജനത്തെ വിളിച്ച് നീതീകരിക്കുന്നവനും തേജസ്കരിക്കുന്നവനുമാകുന്നു. അതിലുപരിയായി അവൻ സ്നേഹിക്കുന്നവനും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവനും അത്രയെന്ന് വിവിധ വാക്യങ്ങളിൽ നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടു. വിവിധ വാക്യങ്ങൾ കണ്ട കാര്യമാണ്. അതുപോലെ പുത്രനാം ദൈവത്തെക്കുറിച്ച് എടുക്കുമ്പോൾ പുത്രനാം ദൈവം അനേക സഹോദരന്മാരിൽ ആദ്യജാതനും, അവൻ വീണ്ടെടുപ്പുകാരനും, വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നവനും, നാം ആരോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നു ആ കർത്താവും നമ്മുടെ ആത്മാക്കളുടെ രക്ഷകനുമായി ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തോ കാര്യമാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവൻ ദൈവം നമ്മുടെ ശക്തിയുടെ ഉറവിടം, ജീവൻ്റെ സമാധാനം, നമ്മെ ജീവിപ്പിക്കുന്നവൻ, ഉള്ളിൽ വസിക്കുന്നവൻ, നടത്തുന്നവൻ, നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നവൻ, പക്ഷപാതം ചെയ്യുന്നവൻ, അവൻ നമ്മുടെ പുത്രത്വത്തിൻ്റെ ആത്മാവും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ആദ്യ ഫലവുമാണ് എന്ന് ഉറപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞിരിക്കുന്ന അധ്യായം പോലും ബൈബിളിൽ കാണത്തില്ല. ഒരധ്യായം പരിശുദ്ധാത്മാവ് ആ രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവാത്മാവിനെ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് ഈ മനുഷ്യന് കഴിയത്തില്ല. അത് കറക്റ്റ് പറയുന്നുണ്ട്. ദൈവാത്മാവിനെ കൂടാതെ ഈ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അവൻ ബലഹീനതയുള്ളവനാണ്. എങ്കിലും ദൈവത്തിൻ്റെ അവകാശി എന്ന നിലയിൽ ആത്മാവിനാൽ അവന് ജീവിക്കാൻ കഴിയും. അതിലുപരി അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തോടെ അവൻ നമ്മെ അനുരൂപരാക്കുന്നു എന്നുള്ള ചിന്ത, ഇത്രയും വലിയ ഉത്കൃഷ്ടമായ ചിന്ത മനുഷ്യനെക്കുറിച്ചുകൂടെ പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, പുത്രനെക്കുറിച്ചുള്ള ചിന്ത, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്ത, മനുഷ്യനെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം ഇതിൽ പറയുന്നൊരു അധ്യായം. അവസാനം എൻഡ് ചെയ്യുന്നത് വി ആർ സക്സസ്ഫുൾ, നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്റ്റാർട്ടിങ് വിത്ത് നോ കണ്ടംനേഷൻ, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് എൻഡ്സ് വിത്ത് നോ സെപ്പറേഷൻ. ദൈവത്തിൽ നമ്മളെ മാറ്റാൻ പറ്റുകയില്ല. ഇതിൻ്റെ തുടക്കം തൊട്ട് ഇവിടം വരെ പഠിച്ചപ്പോഴേ എന്നോട് ചേർന്ന് ജെനുവിനായിട്ട് നിങ്ങളൊന്ന് പറയുമോ? ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റ് ഇടുമോ ഇത് കേട്ടിട്ട്? ഈ റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ പഠനം എൻ്റെ ജീവിതത്തിലെ വലിയ വ്യത്യാസം വരുത്തിയെന്ന് പറയുമോ? എൻഡ്സ് വിത്ത് നോ കണ്ടംനേഷൻ, ശിക്ഷാവിധി ഇല്ല എന്ന് തുടങ്ങിയിട്ട് ഒരിക്കലും ഞാൻ വേർപിരിയയില്ല എന്ന് പറഞ്ഞ് കർത്താവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ലേഖനം. ഇതിലെ ഏറ്റവും 8-ാമത്തെ വജ്രക്കല്ലായ മോതിരത്തിലെ വജ്രക്കല്ല് പോലെ ഈ 8-ാം അധ്യായം ഇവിടെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉപദേശ രൂപേണയുള്ള കാര്യങ്ങളൊക്കെ
ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കുക. ഇനിയും ബാക്കിയുള്ളതൊക്കെ ഹിസ്റ്ററി ഉണ്ട്, അത് കഴിഞ്ഞ് സർവീസും ഒക്കെയാണ്. റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രൂശിൻ്റെ വെർട്ടിക്കൽ വിത്ത് ഗോഡ് ആദ്യത്തെ ലൈൻ അതിവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോഴേ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ അതിൻ്റെ ആ ലൈനാണ് ഇവിടെ എൻഡ് ചെയ്തത്. അതുകൊണ്ട് ഇത് വലിയൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് പഠിക്കുമ്പോഴേ നമ്മുടെ അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ 6, 7, 8 അധ്യായം ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ബിബ്ലിക്കൽ ടീച്ചിങ് വേറെ ഒരു എപ്പിസോഡിലും നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിബ്ലിക്കൽ ടീച്ചിങ് കാണുകയില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നാണ്. ഇത് തീർച്ചയായും നമുക്ക് വലിയ അനുഗ്രഹമായി എന്ന് വിചാരിക്കും. ആരെങ്കിലും ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടർമാനമായിട്ട് കാണുക. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ 6, 7, 8 അധ്യായങ്ങളുള്ള എപ്പിസോഡുകൾ മുഴുവൻ ഒരു സ്ട്രെച്ചിലിരുന്ന് കണ്ടാലും കുഴപ്പമില്ല. 2-3 മണിക്കൂറേ നിങ്ങൾക്ക് എടുക്കുള്ളൂ. അതിരുന്നൊന്ന് കണ്ടാൽ അതിൻ്റെ നോട്ട്സും ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ലൈഫ് ചേഞ്ചിങ് ആയിത്തരും. ഇന്നത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പൂർണ്ണ ജയാളിയാണ് എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് എ പാർഷ്യൽ വിക്ടറി, ഇറ്റ് ഈസ് നോട്ട് എ സില്ലി വിക്ടറി, ഇറ്റ് ഈസ് എ മോർ ദാൻ എന്താ നേരത്തെ പറഞ്ഞ് ഒരു വലിയ ജയം. ആ വാക്ക് ഹ്യൂപ്പർ നിക്കോമൻ എന്ന് പറഞ്ഞാൽ ജയാളിയെ ജയിക്കുന്ന ജയാളി. ആ ഒരു ജയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജയിച്ചു വന്ന് എല്ലാവരെയും ജയിക്കുന്ന ജയാളി. ആ ഒരു വലിയ വിജയം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമുക്ക് ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് റോമാലേഖനം 8-ാം അധ്യായം ഇവിടെ എൻഡ് ചെയ്തപ്പോഴേ കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കർത്താവിൽ സൂപ്പറായിട്ട് ഞങ്ങൾ വലിയ ജയാളിയാണ്. വി ആർ മോർ ദാൻ കോൺക്രേഴ്സ് എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന എല്ലാ സെക്ടേഴ്സും, തകർന്നിരിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനർനിർമ്മിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ വീണ്ടും പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ തകർന്നിരിക്കുന്ന മേഖലകളെ കർത്താവെ നീ അറിഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരത്തിന് അനുവദിക്കാതിരുന്ന ജീവിതങ്ങളെ യേശുവെ നീ അനുവദിക്കുകയും അവിടെയൊക്കെ വലിയ അനുഗ്രഹങ്ങളെ നന്മകളെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഇതെ കാണുന്നു, ചില കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്തു വരുന്നു. അവരുദ്ദേശിച്ചതുപോലെ തന്നെ ആ ഭവനം കെട്ടി തീർക്കുവാനായിട്ട് കർത്താവെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. നീ കർത്താവെ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം നീ രൂപാന്തരപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്ന് ഇത് വാച്ച് ചെയ്യുക. അടുത്ത ദിവസങ്ങളിലെ 9, 10 അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഈ ചിന്തകളൊക്കെ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടിത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർമാനമായിട്ട് ഇത് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രയർ റിക്വസ്റ്റുകൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലിടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇടാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.